ഇപ്പൊ 1 മാസമായല്ലോ, പുഴു അരിച്ചൊരു രോഗി ഇവിടെ മരണപ്പെട്ടില്ലേ? മധുവിധ കാലം എന്നൊക്കെ എങ്ങനെ ഭരണത്തെ പറയാൻ പറ്റും? ഇത് പ്രശ്നമാവും. SK ഇവിടെ പറഞ്ഞു വെച്ചത് ഇതൊക്കെ അവതാരകരുടെ രാഷ്ട്രീയം മാത്രമാണ് എന്ന നിലയിലാണ്. അവതാരകരുടെ വ്യക്തിപരമായ പെർഫോമൻസ് ആണെന്നുള്ളതാണ്. എനിക്ക് പക്ഷെ വ്യക്തിപരമായ എന്നോട് വിയോജിപ്പുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. അത് ഇടതുപക്ഷ വിരുദ്ധതയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇടതുപക്ഷ വിരുദ്ധത തന്നെയാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ആരോഗ്യ വകുപ്പിനെതിരെ അല്ല, 24 മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടെ നേരത്തെ സുനിൽകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ജയ്ഹിന്ദ് ആയാലും ജനമായാലും കൈരളി ആയാലും അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്സ് ഇതാണെന്ന്. എന്നിട്ട് പക്ഷെ നിഷ്പക്ഷമെന്ന മുഖംമൂടിയോടുകൂടി നിന്നിട്ട് പലപ്പോഴും ചർച്ചയ്ക്ക് പോകുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാൽ മതി. ഞാൻ ആ ചർച്ചയിൽ ഒറ്റപ്പെടുകയും BJPയും കോൺഗ്രസും നിരീക്ഷകനും അവതാരകനും ഒരേ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവർ ഒരേ പൊളിറ്റിക്സ്, ഒരേ സ്റ്റാൻഡ് എടുക്കുക. പുതിയ കഥ. ഇയാൾക്ക് വല്ല തിരക്കഥ വല്ല എഴുതാൻ പോക്കൂടെ? സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. അവർക്ക് ഒരേ സ്റ്റാൻഡ് വിഷയാധിഷ്ഠിതമല്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞോട്ടെ. ഞാനത് പറഞ്ഞ അവസാനിക്കട്ടെ. ഇവിടെ അങ്ങനെ ആവല്ലേ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. പറയട്ടെ. വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. അല്ല, ഇപ്പം ആരോഗ്യ വകുപ്പിനെതിരെ 10 വർഷക്കാലം സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉള്ളപ്പോൾ വലിയ ചർച്ചകൾ ഇവിടെ കൊണ്ടുവന്നല്ലോ. അപ്പം ഈ അജണ്ടയെ കുറിച്ചെല്ലാം പറയുമ്പോൾ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണം ഇവിടെ നടത്തിയല്ലോ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. എടാ, നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. ഇപ്പൊ 1 മാസമായല്ലോ, പുഴു അരിച്ചൊരു രോഗി ഇവിടെ മരണപ്പെട്ടില്ലേ? മധുവിധ കാലം എന്നൊക്കെ എങ്ങനെ ഭരണത്തെ പറയാൻ പറ്റും? നീ ആര്? കേന്ദ്ര ധനമന്ത്രിയോ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില എടുത്ത് എത്ര ചർച്ച ചെയ്ത് എത്രമാത്രം. അപ്പം അതിനെ ന്യായീകരിക്കുന്ന എന്താണ്? അതൊരു പീരീഡ് ആണെന്ന് ഈ കാണിച്ചോണ്ടിരിക്കുന്ന വെറും പട്ടിഷോയാ, വെറും പട്ടിഷോ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.